പ്രിയമുള്ളവരെ, ഞാനിപ്പം ഒരു ചെറിയ പുസ്തകം എടുത്ത് നോക്കിയത് അദ്വൈതാനുഭൂതി തീരാറായി. ഇനിയൊരു 7 മന്ത്രം കൂടെ ഉള്ളൂ. അത് തീരുന്നതിന് മുൻപ് എന്താണോ നേടേണ്ടതായിട്ടുള്ളത് അത് നേടിയാൽ നല്ലത്. എന്താണ് നേടേണ്ടതായിട്ടുള്ളത്? വളരെ സിമ്പിളായ കാര്യം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ശ്യാമളയോ ഔസേപ്പോ ഒന്നുമല്ല. നാമരൂപരഹിതമായ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന, ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ ഏതെല്ലാം ജന്മങ്ങളിൽ ഞാൻ ജനിച്ചിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആത്മചൈതന്യം, അവരവരുടെ യഥാർത്ഥ സ്വരൂപം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിൽ സദാ നിലനിർത്തുന്നത്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അതാണ് ആധ്യാത്മികത. അതിന് ഒന്നും ഒഴിവാക്കണ്ട, കുടുംബത്തിൽ നിന്നൊഴിയണ്ട, എല്ലാമായിട്ടും ചേർന്നിരിക്കുക. ബി വിത്ത് എവ്രിതിങ്. ഒന്നിൽ നിന്നും ഒഴിയണ്ട. എല്ലാമായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണരണം. അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭം പാഴാക്കി കളയരുത്. മനുഷ്യ ജന്മം, ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ തിരിച്ചറിയാനും ഇതിലേക്ക് നമ്മെ ഉദ്ധരിപ്പിക്കാനും സാധിക്കൂ. എന്താ ഉദ്ധരിപ്പിച്ചാലുണ്ടാകുന്ന പ്രയോജനം? ഇനി ജനിക്കേണ്ടതായിട്ടില്ല. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ജനിമൃതികളിലൂടെ നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ഒക്കെ അനവധി ശരീരങ്ങളിൽ കൂടി. എന്തുകൊണ്ടാണ് ഈ ശരീരങ്ങളിൽ കൂടിയൊക്കെ മാറേണ്ടി വരുന്നത്? ചെയ്തിട്ടുള്ള കർമ്മഫലാനുഭവം. ഏതെല്ലാം പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലമനുസരിച്ചാണ് നാം ഓരോരോ ശരീരങ്ങളിൽ കൂടി ജീവിക്കുന്നത്. ആ തുടർച്ചയ്ക്ക് ഒരു വിരാമമിടാനുള്ള സന്ദർഭമാണ് ഈ മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ അത് സാധ്യമാകൂ. എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ജനിച്ച് ജീവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും നമുക്ക് ഈ അറിവിലേക്ക് ഉണരാനും ആ അറിവിലേക്ക് ഉയർന്ന് അതിൽ സ്ഥിരപ്പെടുത്താനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടി വരുന്നത്, ജനിച്ചിരിക്കുന്നത്. ഇതിനു മുൻപുള്ള മനുഷ്യ ശരീരങ്ങളിൽ വെച്ച് ഒന്നും നമുക്ക് ഈ അറിവ് നേടാനോ നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്ഥിരപ്പെടാനോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് ബോധവാനായി സ്വയം അതിലേക്ക് നാം ഉണർന്ന് അതിലേക്ക് പുനർജനിക്കണം. ഈ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് പുനർജനിക്കണം. രണ്ടും തമ്മിലുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലേക്ക് നാം ആത്മാർത്ഥമായിട്ട് മാറണം. അത് അറിവിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് ജ്ഞാനയോഗത്തിന് ഇത്ര പ്രാധാന്യം. മറ്റൊന്നും പ്രാധാന്യമില്ല എന്ന് ചോദിച്ചാൽ അതിനൊക്കെ യോഗം, ജ്ഞാനത്തിലൂടെ അറിവ് നേടിക്കഴിഞ്ഞിട്ട് അതുമായിട്ട് യോജിക്കണം. ആദ്യം ജ്ഞാനം, ദെൻ യോഗം. യോഗമെന്ന് പറയുന്നത് അതുമായിട്ട് യോജിച്ചിരിക്കുന്ന നില. അതിനു മുൻപ് ജ്ഞാനം അത്യാവശ്യം, തിരിച്ചറിവ്, അറിയണം ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ജാതി മത പരിഗണനകളൊന്നും ഇവിടെയില്ല.
അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ആരായാലും ശരി, സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, ഈ അറിവ് നേടുന്നുണ്ടോ? എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ, ഇപ്പോൾ ഒരു പേരും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല ഞാൻ. നാമരൂപരഹിതമായ ആ ചൈതന്യം എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, അമേരിക്കക്കാരൻ്റെയും പാകിസ്ഥാൻകാരൻ്റെയും അറേബ്യക്കാരൻ്റെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ ചൈതന്യം, ഈശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നറിഞ്ഞ് ആ അറിവിൽ നിറവാകുന്ന സമയത്ത് നിങ്ങൾ ആ ഈശ്വരത്വത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഈശ്വരത്വം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് ഞാൻ എന്ന് സ്വയം ബോധിച്ച് ആ അറിവിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അവൻ അതായിട്ട് മാറുന്നു. അത് മരണമില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് പുനർജന്മമില്ല. പുനർജന്മം ഇല്ലാതാകണമെങ്കിൽ എന്താ വേണ്ടത്? ആ അറിവിലേക്ക് ഉണർന്ന് ഞാൻ അതാണ് എന്ന് ബോധിച്ച് അതിൽ സദാ വിചാരത്തിലൂടെ നിരന്തര സ്ഥിതി നേടണം. സദാ ആ നിരന്തര സ്ഥിതി ഉണ്ടാകുന്ന അവസരത്തിലും നിങ്ങളിലെ ഞാൻ പ്രാരബ്ധം തീരുവോളം ആ ഭാവത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടും പ്രാരബ്ധം തീരുവോളം തുടരും. പ്രാരബ്ധം തീരുന്ന സമയത്ത് ഈ ശരീരം മടല് പോലെ, ഉണങ്ങിയ മടല് അടർന്നു വീഴുന്നത് പോലെ ആ ബ്രഹ്മത്തിൽ നിന്ന് അടർന്നു വീഴും. നമ്മൾ അതിനു മുൻപ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ബ്രഹ്മസ്വരൂപമായിട്ട് അറിവിലൂടെ നാം നമ്മെ മാറ്റിക്കഴിഞ്ഞു, അതുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു, അതായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് നദി സമുദ്രവുമായിട്ട് ചേരുന്നത് പോലെ എന്നുള്ള ഉദാഹരണം പറയുന്നത്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? ഇതറിയുന്നവൻ. ഏത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, പിന്നെ നാമരൂപരഹിതമായിട്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ. അത് എല്ലാ ശരീരങ്ങളിൽ കൂടിയും സമമായിട്ട് കടന്നു പോകുന്നു. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരനായിട്ട് മാറുകയാണ്. എവിടാ ഈശ്വരൻ ഇരിക്കുന്നത്? ഈശ്വരനുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നില്ലേ? എവിടാ ഈശ്വരൻ ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. എങ്ങനെ ഇരിക്കുന്നു? തന്നിലെ താനായിട്ടിരിക്കുന്നു. കാണിച്ചു തരാൻ പറ്റുമോ? അറിയുന്നവന് കാണാൻ സാധിക്കും. നീ അറിയണം. നിനക്കെങ്ങനെ കാണിച്ചു തരാൻ കഴിയുന്നത്? നീ അതായിട്ടിരിക്കുകയല്ലേ. നീ നിന്നെ കാണൂ. നിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞ് സ്വയം അതിനെ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. അറിവിലൂടെ മാത്രമേ അതിനെ ദർശിക്കാൻ സാധിക്കൂ. അല്ലാതെ അമ്പലങ്ങളിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും നോക്കി അതാണ് ഈശ്വരൻ എന്ന് ധരിക്കരുത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന എന്നിലെ താൻ തന്നെയാണ് പട്ടിയുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നത്. അതേകമാണ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സാക്ഷി. ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങൾ എന്നാണോ നിങ്ങളിൽ തിരിച്ചറിഞ്ഞ് കണ്ട് അതാണ് താനെന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ സദാ ഉണർത്തി നിർത്തുന്നത്
ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അത് ആ ഭാവത്തിലിരിക്കുന്ന അവസരത്തിൽ ആരാണോ മരിക്കുന്നത്, മരണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇന്നലെ ഹൈദരാബാദിൽ നിന്നോ അഹമ്മദാബാദിൽ നിന്നോ എങ്ങാണ്ട് ബാംഗ്ലൂരിലേക്ക് വന്ന ഒരു വണ്ടിയിൽ ഒരു സ്കൂട്ടർ വന്നിടിച്ച് അതിൻ്റെ പെട്രോൾ ടാങ്ക് തകർന്ന് കത്തി അതിനകത്തിരുന്ന ആളുകൾ എല്ലാവർക്കും പരിക്ക് പറ്റി. 10-25 പേര്, 20-ൽ ചില്ലുവാനും ആൾക്കാർ മരിച്ചു, പൊരിഞ്ഞുപോയി. നമ്മളും ആ യാത്രയിൽ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന നമ്മുടെ അവസ്ഥ അതല്ലേ? നമ്മൾ എവിടെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, ഏതെല്ലാം വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, എപ്പോഴും എന്തുമാകാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതവസരത്തിലും ആർക്കും സംഭവിക്കാവുന്നതാണ്. അവരെയെല്ലാം പ്രകൃതി ഒരുമിച്ച് ആ വാഹനത്തിൽ എത്തിച്ചിരിക്കുന്നു. അതൊക്കെ അതിനുള്ള വൈഭവം ഈശ്വരനുണ്ട്, പ്രകൃതിക്കുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം അവസാനിക്കുന്ന സമയമാകുമ്പോൾ അവരെയൊക്കെ ഒന്നിച്ച് അവിടെ എത്തിച്ചിരിക്കും. കാറ്റടിക്കുമ്പോൾ ഏതു പ്രകാരമാണോ കരിയിലകൾ പറന്നു വരുന്നത്, അതുപോലെ ഇവരെല്ലാം പല പല കാര്യങ്ങൾക്ക് വിധേയരായി ആ വാഹനത്തിൽ എത്തിച്ചേർന്നു. അവരുടെ സമയം തീർന്നു. സമയം തീർന്നതുകൊണ്ട് മാത്രമാണ് അവർ മരിച്ചിരിക്കുന്നത്. ഈ സംഭവമൊക്കെ പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്നതാണ്, സംഭവിക്കേണ്ടത് തന്നെയാണ്. അവർ മരിക്കാനുള്ളവർ തന്നെയാണ്, അവരുടെ ആയുസ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ഒരുക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ആർക്കും എവിടെ വച്ചും എന്തും സംഭവിക്കാം. എന്തുകൊണ്ട്? അവരവരുടെ ആയുസ് തീരുമ്പോൾ എവിടെയാണെങ്കിലും ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പിരിഞ്ഞിരിക്കും. പിരിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഈ അദ്വൈതാനുഭൂതി, അദ്വൈതജ്ഞാനം എന്താ? രണ്ടാമതായിട്ടൊന്നില്ല. അതുകൊണ്ടാണ് അദ്വൈതം. രണ്ടാമതായിട്ടൊന്നില്ലാത്ത ഏകവസ്തു ആ ഈശ്വരൻ. അതാണ് ഏകോ ദേവഃ. ആ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തന്നെ ആരുടെ ശ്രദ്ധയാണോ സദാസമയവും അങ്ങനെ ഈ ശരീരത്തിനകത്ത് സ്ഫുരിച്ചു നിൽക്കുന്നത്. ശ്വാസം നമ്മൾ എടുത്തുവിടുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹകാരേണ ബഹിർയാദി സകാരേണ വിഷയത് പുനഃ. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ ആ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തോട്ട് പോകുന്നതും നമ്മൾ എടുക്കുന്നുണ്ടോ? നമ്മളാണോ വലിച്ചെടുക്കുന്നത്? ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. അത് യോഗശിഖോപനിഷത്ത് ഉള്ള മന്ത്രമാണ്. ഹകാരേണ ബഹിർയാദി സകാരേണ വിഷയത് പുനഃ ഹംസ ഹംസേത്യമും മന്ത്രം ജീവോ ജപതി സർവദ. യോഗ ചൂടാമണി ഉപനിഷത്തിലാണ്. അതിൽ 3 മന്ത്രങ്ങളുണ്ട്. യോഗ ചൂടാമണിയിലെ 31, 32, 33 മന്ത്രങ്ങളാണ് അത്. അജപ മന്ത്രം അല്ലെങ്കിൽ ഹംസമന്ത്രം എന്ന് പറയുന്നു. ഹകാരേണ ബഹിർയാദി സകാരേണ വിഷയത് പുനഃ. ഹ പുറത്തോട്ട് പോകുന്നു, സ ഉള്ളിലോട്ട് പോകുന്നു. ശ്വാസം ഉള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നതിൻ്റെ ശബ്ദം. ഹകാരേണ ബഹിർയാദി സകാരേണ വിഷയത് പുനഃ. അത് ചേരുന്ന അവസരത്തിൽ ഹംസ. ഹംസ ഹംസേത്യമും മന്ത്രം ജീവോ ജപതി സർവദ. സദാസമയത്തും നിങ്ങൾ ആ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജപിക്കാതെ ജപിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ അജപാമന്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഹംസമന്ത്രം. ഹംസമന്ത്രം, അജപാമന്ത്രം ജപിക്കാതെ ജപിക്കപ്പെടുന്നു എല്ലാവരുടെയും ഉള്ളിൽ. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, എല്ലാവരുടെയും ഉള്ളിൽ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹംസമന്ത്രം. അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് ഞാൻ എന്നുള്ള മന്ത്രമാണ് സോഹം. സഹ അഹം സോഹം. അതാണ് ഞാൻ, എന്നിലെ അത്. സോഹം. സദാസമയത്തും ആ സോഹം മന്ത്രം ഉരുവിടുന്ന അവസരത്തിൽ ഈ കേട്ടിരിക്കുന്ന അറിവ് മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്.
അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ, യന്ത്രത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാവകളെപ്പോലെ നമ്മളെല്ലാം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂർവജന്മ സുഹൃതം. എല്ലാവർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. കഠോപനിഷത്തിൽ പറയും, ശ്രവണായ അപി ബഹുബിർ യോ ന ലഭ്യ ശൃണ്വന്തോ അപി ബഹവോ യം ന ലഭ്യു. കേട്ടാൽ പോലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, കിട്ടുകയില്ല. കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതാണ് എന്ന് ബോധിച്ച് ഈ ശരീരത്തിൽ അതായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എത്ര പേർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ട്? ആ ഭാവത്തിൽ സദാ നിൽക്കാൻ കഴിയുന്നുണ്ട്. സദാ നിൽക്കാൻ കഴിയണമെങ്കിൽ ആ മന്ത്രം ശിവോഹം 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 ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം സോഹം. സോഹമെന്ന് പറഞ്ഞാൽ സഹ അഹം, അത് ഞാൻ, ഇതിനകത്തിരിക്കുന്ന അതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ താൻ, തന്നിലെ താൻ. നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം തന്നിലെ താൻ. അതാണ് സോഹം എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത് സഹ അഹം, അത് ഞാൻ. അല്ലെങ്കിൽ ശിവോഹം, ശിവം, മംഗളസ്വരൂപം. ഈ ശരീരത്തിൽ നിന്ന് ഏതൊരു മംഗളസ്വരൂപം പിരിയുമ്പോഴാണോ ഈ ശരീരം ശവമാകുന്നത്, ആ പിരിയുന്ന സാധനം ശിവം. അതാണ് ശിവം, ശിവ അഹം. ആ ശിവം, ആ മംഗളസ്വരൂപം, അതാണ് തന്നിലെ താൻ, അതാണ് യഥാർത്ഥ ഞാൻ. അതുകൊണ്ട് ആ മന്ത്രം ചൊല്ലാം, ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം സോഹം സോഹം. ഇത് ആരുടെ ഉള്ളിലാണോ പറയാതെ പറയപ്പെടുന്നത്, ചൊല്ലാതെ ചൊല്ലപ്പെടുന്നത്, ജപിക്കാതെ ജപിക്കപ്പെടുന്നത്, അതാണ് അജപാമന്ത്രം, ഹംസമന്ത്രം. ഉള്ളിൽ കുറിച്ചിട്ടുള്ളൂ. സദാസമയവും ഈ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ ധ്വനിച്ചുകൊണ്ടിരിക്കണം, മുഴങ്ങിക്കൊണ്ടിരിക്കണം, സ്ഫുരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, സഹ അഹം സോഹം. ആ അറിവിൽ നിങ്ങൾ ബലപ്പെടുകയാണെങ്കിൽ, മരിക്കുന്നതിന് മുൻപ് ആ അറിവിൽ നിങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ശരീരം അടർന്നു വീഴുന്നു, പുനർജന്മമില്ല. എന്തുകൊണ്ട് പുനർജന്മമില്ല? ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അറിവിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, സഹ അഹം, ശിവ അഹം, ശിവോഹം. ഈ മന്ത്രത്തിലൂടെ ഈ അറിവ് ആർക്ക് ഉറച്ചു കിട്ടുന്നുവോ, സ്ഥിരപ്പെട്ട് കിട്ടുന്നുവോ, ആരുടെ പ്രജ്ഞയാണോ അതിൽ സ്ഥിരപ്പെടുന്നത്, അവനെയാണ് സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. അവനാണ് മോക്ഷം കിട്ടുന്നത്. മോക്ഷമെന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ മരിക്കുന്നില്ല. എന്തുകൊണ്ട് മരിക്കുന്നില്ല? അവൻ്റെ ശരീരം അടർന്നു വീണു, ചത്തുപോയി, ആളുകൾ എടുത്ത് കുഴിച്ചിട്ടു, അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞു, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷേ അവൻ മരിക്കുന്നതിന് മുൻപ് ഇനി ജനനമില്ലാത്ത തരത്തിൽ അവൻ തൻ്റെ ശ്രദ്ധയെ തന്നിലെ മരണമില്ലാത്ത ആ വസ്തുവുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഇല്ല, തലകുത്തിനിക്കുന്നൊന്നുമല്ല യോഗ, അതൊക്കെ എക്സസൈസുകളാണ്. തന്നിലിരിക്കുന്ന ആ മരണമില്ലാത്ത വസ്തുവുമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ തൻ്റെ പ്രജ്ഞയെ യോജിപ്പിക്കുന്നത്, സ്ഥിരപ്പെടുത്തുന്നത്, അയാൾ മരണമില്ലാത്ത വസ്തുവുമായിട്ട് യോജിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് മോക്ഷ, മോക്ഷം. എന്തുകൊണ്ടാണ് മോക്ഷമെന്ന് പറയുന്നത്?
ഇനി ജനനമില്ല. ചത്തുപോയ എല്ലാവരും വീണ്ടും ജനിക്കും. അതാണ് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം എന്ന് ഏതിലാ പറയുന്നത്? ഭജഗോവിന്ദത്തിൽ. ആരാണോ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് ഉണർത്തി തൻ്റെ ഉള്ളിലിരിക്കുന്ന അത് അറിവിലൂടെ കേട്ട് അറിഞ്ഞ് അതിനെ കാണാതെ കാണണം. വൈദ്യുതിയെ കാണാതെ കാണുന്നില്ലേ? ട്യൂബ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു, ആ വൈദ്യുതിയെ കാണുന്നില്ല. ഉപാധിയിലൂടെ വൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരത്വത്തെക്കുറിച്ച് ബോധവാനായി അതിൽ ഉറപ്പ് നേടി ആരുടെ പ്രജ്ഞയാണോ അതിൽ സ്ഥിതി നേടുന്നത് അവർക്ക് മാത്രമാണ് ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നത്. അതിനെയാണ് മുക്തി, മോക്ഷം എന്നൊക്കെ പറയുന്നത്. വേറൊരു തരത്തിലും കിട്ടുകയില്ല. വേറെ ഏതെല്ലാം ചര്യകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും അതൊക്കെ ആ മാർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പടികൾ മാത്രമാണ്. ഇത് അവസാനത്തെ നില, പരമോന്നത നില. ആ മോക്ഷം എവിടെയായിരിക്കുന്നത്? തൻ്റെ ഉള്ളിൽ. തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് ബോധിച്ച്, അതാണ് നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ ഇവിടെ പറഞ്ഞത്. എന്താണ്? ഈ അദ്വൈതാനുഭൂതിയിലെ ഒരു മന്ത്രം പറഞ്ഞല്ലോ, യഥാ ജലേ ജലം, ക്ഷീരേ ക്ഷീരം, ഘൃതേ ഘൃതം. ഒരു വലിയ കുട്ടികത്തിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെമ്മൊന്തയിലെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അതിൽ ചേർത്താൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ജലം ജലവുമായിട്ട് ചേരുമ്പോൾ ഒന്നായിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. ജലേ ജലം, ഘൃതേ ഘൃതം. അതുപോലെ ഒരു വലിയ ഭരണിയിലിരിക്കുന്ന നെയ്യിലേക്ക് ഒരു ചെറിയ കുപ്പിയിലിരിക്കുന്ന നെയ്യെടുത്ത് അതിലേക്ക് ഒഴിച്ചാൽ രണ്ടും ഘൃതം ഒന്നാകുന്നു. അതാണ് പറയുന്നത് ജലേ ജലം, ക്ഷീരേ ക്ഷീരം. അതുപോലെ ഒരു വലിയ പാത്രത്തിലെ പാലിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചാൽ എങ്ങനെ? അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിലേക്ക് ഈ ശരീരമാകുന്ന ഉപാധിക്കകത്ത് ഇരിക്കുന്ന ഈ ജീവാത്മാവിനെ അങ്ങോട്ട് ചേർക്കുന്നു. വലിയ പാത്രത്തിലിരിക്കുന്ന പാലിലേക്ക് ഒരു ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുത്താൽ എങ്ങനെയാണോ യാതൊരു പ്രത്യേകതയും കാണാത്ത തരത്തിൽ ഒന്നായിത്തീരുന്നത്, അതുപോലെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന, ശരീരമാകുന്ന ഉപാധിക്കകത്തിരിക്കുന്ന ജീവാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചൈതന്യം എങ്ങനെയുള്ള ചൈതന്യം? സോപാധിക ചൈതന്യം. ഉപാധി, ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ സോപാധിക ചൈതന്യം ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് യോജിക്കുന്നു. ഏതുപോലെ? ജലേ ജലം, ക്ഷീരേ ക്ഷീരം, ഘൃതേ ഘൃതം. രണ്ടും ചേർന്ന് കഴിയുമ്പോൾ അവിശേഷോ ഭവേത് തദ്വത് ജീവാത്മ പരമാത്മനഃ. ഇത് പൈങ്കലോപനിഷത്തിലുള്ള മന്ത്രമാണ്. എങ്ങനെയാണ് ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് ഏകീഭവിച്ച് മോക്ഷസ്ഥിതി, ഇനി ജന്മമില്ലാത്ത നില ഉണ്ടാകുന്നത് എന്ന് കാണിക്കാനുള്ള മന്ത്രമാണ് ഇത്. ഒരു വലിയ പാത്രത്തിലിരിക്കുന്ന പാലിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്തൊഴിച്ചാൽ ഏതു പ്രകാരമാണോ ഒന്നായിത്തീരുന്നത്, അതുപോലെ ശരീരമാകുന്ന ഈ ഉപാധിക്കകത്തിരിക്കുന്ന സോപാധികമായ ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് തിരിച്ചറിവിലൂടെ യോജിക്കുന്നു, അല്ലെങ്കിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ പാലുമായിട്ട് ചേരുന്നത് പോലെ, ക്ഷീരം ക്ഷീരവുമായിട്ട് ചേരുന്നത് പോലെ, ഘൃതം നെയ്യുമായിട്ട് ചേരുന്നത് പോലെ ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് യോജിക്കുന്നു. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ആ യോഗമാണ് നമുക്ക് വേണ്ടത്. അദ്വൈതാനുഭൂതിയിലൂടെ
നമ്മൾ നിരന്തരമായിട്ട് അത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ അദ്വൈതാനുഭൂതി തീരാറാവുന്നു. 77-ാമത്തെ മന്ത്രം. നമ്മളിപ്പോൾ പാലിലാണ് കിടക്കുന്നത് അല്ലേ? 75, 76, 77 പാലായിരുന്നു. 77-ാമത്തെ മന്ത്രം പറയുന്നത് ക്ഷീരനീര വിവേകജ്ഞോ ഹംസ ഏവ ന ച ഇതര. ക്ഷീരനീര വിവേകജ്ഞോ, പാലും വെള്ളവും കലർന്നിരിക്കുന്ന മിശ്രിതത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു, ഏത് പ്രകാരമാണോ ഹംസം ജലത്തെ നീക്കിയിട്ട് പാല് മാത്രം ഉൾക്കൊള്ളുന്നത്, അതുപോലെ നിങ്ങളും നിങ്ങളുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അങ്ങനെ വേർതിരിച്ചെടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ക്ഷീരനീര വിവേകജ്ഞോ ഹംസ ഏവ ന ച ഇതര. ആ പാലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം മാറ്റി കുടിക്കാൻ കഴിയുന്ന നില ഉള്ള ആളിനെയാണ് ഹംസം ഉള്ള ജീവിയാണ് ഹംസം, അരയണ്ണം. രാമകൃഷ്ണദേവൻ അതുപോലെയായിരുന്നു. അതാണ് അദ്ദേഹത്തെ രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്. ആ നിലയുള്ള എല്ലാവരും ഹംസ ഭാവത്തിലേക്ക് ഉയരുന്നു. അത് നിങ്ങൾക്കും ആകാം, എല്ലാവർക്കും ആകാം. വേണ്ടത് ആ തിരിച്ചറിവ്. എന്നിലെ താൻ, ഞാനും താനും തമ്മിലുള്ള യോജിപ്പിൽ നിന്നും ഞാനിനെ മാറ്റിയിട്ട് താനിനെ മാത്രം ഉൾക്കൊള്ളണം. ആരാണോ തന്നിൽ താനായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് അയാൾ പരമഹംസൻ. ആർക്കുമാകാം. പരമഹംസനാകണോ? ആകണമെങ്കിൽ നിങ്ങളിലെ താൻ ഭാവത്തിൽ സ്വയം പ്രകാശിക്കണം. എങ്ങനെയാണ് പ്രകാശിക്കേണ്ടത്? അറിവിലൂടെ, തിരിച്ചറിവിലൂടെ. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് അഹമസ്മി. ഉപദേശം പറയുമ്പോൾ തത് ത്വമസി എന്നാണ് പറയുന്നത്. തത് ത്വമസി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അഹമസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ അത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ അതായിട്ടിരിക്കുന്നു. ആ ഭാവത്തിലേക്ക് നിങ്ങളും നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഉദ്ധരിപ്പിക്കൽ. ഭഗവത്ഗീത ആവശ്യപ്പെടുന്ന ഉദ്ധരിപ്പിക്കൽ. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. വേറെ ആർക്കും കഴിയില്ല. ഇത് നിരന്തരമായിട്ട് കേൾപ്പിക്കാൻ കഴിയും. ഗുരുക്കന്മാരിലൂടെ ഈ തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇതുപോലെ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഇത് കേട്ടെന്ന് വരില്ല. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അതിനകത്ത് സംക്ഷിപ്തമായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ അതുമാത്രമാണ് പറയുന്നത്, നിങ്ങൾ അതുമാത്രമാണ് കേൾക്കുന്നത്. ഇനി വേണ്ടത് നിങ്ങളുടെ ആ റെഡിനെസ്. ഇനി മനുഷ്യ ശരീരത്തിലേക്കോ മനുഷ്യേതര ശരീരങ്ങളിലേക്കോ, ഏത് ശരീരത്തിലാണ് വന്ന് പിറക്കാൻ പോകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ പട്ടിയായിട്ടായിരിക്കാം, പൂച്ചയായിട്ടായിരിക്കാം, കൃമിയായിട്ടായിരിക്കാം, പുലിയായിട്ടായിരിക്കാം, എന്തുമാകാം. ഈ ജീവിതത്തിൽ തെറ്റും ശരിയും സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമൊക്കെ സമഭാവത്തിൽ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഈ ജന്മം കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിലേക്ക് വരുന്ന അവസരത്തിൽ സാധാരണഗതിയിൽ മനുഷ്യ ശരീരം തന്നെ കിട്ടും. മനുഷ്യ ശരീരത്തിൽ തന്നെ ജനിക്കാൻ സാധിക്കും. പക്ഷേ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമായിട്ടൊക്കെ ഒന്ന് തൂക്കി നോക്കിയാൽ സമമായിട്ടാണോ നിൽക്കുന്നത്? ദുഷ്കർമ്മങ്ങളായിരിക്കും കൂടുതൽ. ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ അടപ്പളക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അടപ്പളക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ മനസ്സിലുണ്ട്
അവൻ നശിച്ചു പോകണേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മമാണ്, ദുഷ്കർമ്മമാണ്. അതിൻ്റെ ഫലവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദുർവിചാരങ്ങളും കൂടാതെ ഈ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ആർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അവൻ ഒരിക്കൽ കാശി രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു സന്യാസി ഉണ്ടെന്നറിഞ്ഞ് തൻ്റെ മന്ത്രിയെ അങ്ങോട്ട് പറഞ്ഞു അയച്ചു. ആ സന്യാസിയെ കൊട്ടാരത്തിൽ വന്ന് രാജാവിനെ മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടു. കൊട്ടാരത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തണം എന്നാവശ്യപ്പെട്ടു. ഇതനുസരിച്ച് മന്ത്രി വളരെ ദൂരം സഞ്ചരിച്ച് ആ സന്യാസിയുടെ സമീപത്തെത്തി വിവരം ധരിപ്പിച്ചു. ഇങ്ങനെയാണ് കാശി രാജാവ് താങ്കളെ കാണാൻ താങ്കളിൽ നിന്ന് കുറേ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിൽ വന്നു ചേരണം എന്ന് മന്ത്രി അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ വരാം എന്ന് പറഞ്ഞ് മന്ത്രിയോടൊപ്പം ആ സന്യാസി കാശി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. മുഖം കാണിച്ചു, കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച തുടർച്ചയായിട്ട് ആ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ സന്യാസി പ്രഭാഷണം നടത്തി. പ്രഭാഷണം നടത്തിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പോകാൻ സമയമായപ്പോൾ രാജാവ് ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഒരാഴ്ച മുഴുവനും സംസാരിച്ചത് അങ്ങയെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. താങ്കൾ കേട്ടുകൊണ്ടിരുന്നതും അതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്നോട് ചെയ്യുന്നത് നാശത്തിലേക്കുള്ള മാർഗമാണ് ഈ സമ്മാനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഞാൻ അങ്ങക്ക് മുക്തിക്കുള്ള മാർഗം കാണിച്ചു തരുന്നു, അങ്ങ് ബന്ധനത്തിലേക്ക് എന്നെ തിരിച്ചുവിടുന്നു. ഈ സമ്മാനം, സ്വർണ്ണ നാണയങ്ങൾ കൂലിയായിട്ട് തന്നപ്പോൾ ആ സന്യാസി പറഞ്ഞത് അതാണ് സൽക്കർമ്മവും ദുഷ്കർമ്മവും എന്ന് പറയുന്നത്. ഇത് ആ പണം സ്വീകരിക്കുന്നത് പോലും ദുഷ്കർമ്മമായിട്ടാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. ആ സന്യാസി അദ്ദേഹം ആ സ്വർണ്ണ നാണയങ്ങൾ തിരിഞ്ഞുപോലും നോക്കാതെ അദ്ദേഹം കടന്നുപോയി. ആ പണം സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പണം കൊണ്ട് എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും. ധനം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിപ്പോകും. അപ്പോൾ വളരെ ആ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും വളരെ സൂക്ഷിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ശരിയായ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന്. പക്ഷേ നമ്മളറിയാതെ എത്രയോ പാതകങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ മാർഗത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ഇനി ജന്മമില്ലാത്ത നില നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മോക്ഷം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മോക്ഷമെന്ന് പറയുന്നത് ഇതാണ്, ഇനി ജനിക്കാതിരിക്കണം. വളരെ നിസ്സാരം. ജനിക്കാതിരിക്കണമെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ആ സദ്വസ്തുവുമായിട്ട് നിങ്ങൾ യോജിക്കണം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ഈ ശരീരത്തിൽ ആത്തായിട്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഏതായിട്ടാണ് ഇരിക്കുന്നത്? ഇത് ഞാനാണ് എന്ന ഭാവത്തിൽ ശരീരാഭിമാനിയായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? നിങ്ങളെല്ലാവരും ശരീരാഭിമാനിയായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് മാറേണ്ടത്? ആത്മാഭിമാനിയായിട്ട് മാറണം. ഞാൻ ആ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യമാണെന്നുള്ള ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, നിലനിർത്തിക്കൊണ്ട്
ഏത് തരത്തിലും നിങ്ങൾക്ക് ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാത്തിലും ഞാൻ തന്നെ. മയാ തദമിതം സർവം ജഗത അവ്യക്തമൂർത്തിന. എന്നാൽ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും നിറയപ്പെട്ടു. എവിടെയും ഞാൻ. കൃഷ്ണൻ ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഹമാത്മാ ഗുഡാകേശ. ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനല്ല ഞാൻ. അഹമാത്മാ ഗുഡാകേശ. ആത്മാവ് എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും പട്ടിയായാലും പൂച്ചയായാലും അറേബ്യക്കാരനായാലും അമേരിക്കക്കാരനായാലും എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ വസ്തു, ഏകമായ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നത്, അതാണ് സാക്ഷാത്കാരത്തിനുള്ള മാർഗം, മോക്ഷത്തിനേക്കുള്ള മാർഗം, മോക്ഷമാർഗം. അതിനൊന്നും തടസ്സമല്ല. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ, സ്ത്രീക്ക് എന്താ കുഴപ്പം? ഈ ഭാവം ഏത് സ്ത്രീക്കും നിലനിർത്തിയാൽ മോക്ഷമുറപ്പ്. ഏത് പുരുഷനും ഈ ഭാവം നിലനിർത്തിയാൽ മോക്ഷമുറപ്പ്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ഏത് രാജ്യക്കാരനായാലും ഈ ഭാവം ആരാണോ നിരന്തരമായിട്ട് നിലനിർത്തുന്നത്, മോക്ഷം ഉറപ്പ്. വേറെ മോക്ഷം കിട്ടുന്ന മാർഗം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. മറ്റുള്ളവരെല്ലാവരും പറയുന്നത് സ്വർഗം സ്വർഗം സ്വർഗം. നശ്വരമാണത്. അതൊന്നുമല്ല മോക്ഷമാർഗം. അവിടെയൊന്നും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം ഇതും മാത്രം. ഇത് സനാതനധർമ്മത്തിലുള്ള ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്ന, ഉപനിഷത്തിലെ വേദാന്തത്തിൽ, അതാണ് വേദാന്ത ഡിണ്ടിമം, വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം ഇതാണ്. അതാണ് വളരെ ലഘുവായിട്ട്, വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും ഇത് കേൾക്കാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദർഭം പാഴാക്കി കളയരുത്. ഇതിനെ അങ്ങോട്ട് ഉൾക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനെ പ്രകാശിപ്പിച്ച് ജ്വലിപ്പിച്ച് ആ ഭാവത്തിൽ നിങ്ങൾ ജ്വലിച്ചു നിൽക്കണം. ആ നിലയിലാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നത് എങ്കിൽ നിങ്ങൾക്ക് പുനർജന്മമില്ല. ദാറ്റ് ഈസ് മോക്ഷം. ആർക്കുമാകാം, ഒരു തടസ്സവുമില്ല. നിങ്ങൾ പ്രാരബ്ധാനുസാരം ഏതെല്ലാം തരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ തരത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട. ബി വിത്ത് എവ്രിതിങ്. സ്വാമി സിനിമ കാണാൻ പോകാമോ? പിന്നെന്താ, ഒരു സിനിമ കണ്ടാലൊന്നും അതിന് കുഴപ്പം വരില്ല. നിങ്ങളുടെ മറ്റേ ഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകരുത്. ആ മറ്റേ ഭാവത്തിൽ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറിയാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ഒക്കില്ല. ഇറങ്ങിപ്പോവും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാനൊന്നും മനസാന്നിധ്യം ഉണ്ടാവില്ല. ഇതും മാത്രമാണ് നമ്മുടെ യഥാർത്ഥ ഭാവം എന്നുള്ള നിലയിലേക്ക് നാം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളതൊന്നും നമുക്ക് പഥ്യമായിട്ട് തോന്നുകയില്ല. മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ, മോക്ഷമെന്ന് പറഞ്ഞാൽ ഇനി ജന്മമില്ലാത്ത നില. ഇത് വെറുതെ എവിടുന്നെങ്കിലും കിട്ടുന്നതല്ല. ആരിൽ നിന്നും വാങ്ങിക്കാനും ഒക്കുന്നില്ല. തിരിച്ചറിവിലൂടെ നിങ്ങൾ സ്വയം ആർജിക്കണം. കാരണം എന്താ? അത് വെളിയിൽ നിന്ന് കിട്ടാനുള്ളതല്ല, നിങ്ങളിൽ ഉണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു. അതുമാത്രം. എല്ലാവരിലും അതുണ്ട്. ആരിലാ ഇല്ലാത്തത്? തന്നിലെ താൻ ആരിലാ ഇല്ലാത്തത്? നിങ്ങളിപ്പോൾ തന്നിൽ ഞാനായിട്ടിരിക്കുന്നു. നാമരൂപധാരിയായ ഞാനായിട്ടിരിക്കുന്നു. ആ ഞാനിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ വേർപിരിച്ചെടുക്കണം. അതാണ്
പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത് യഥാ മുഞ്ചാദിഷീകൈവം ആത്മയുക്തിയ സമുദ്രത. ആ മുഞ്ചപ്പുല്ലിൽ നിന്ന് അതിൻ്റെ ഇളം നാമ്പിനെ 2 വിരലുപയോഗിച്ച് ഇങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയുന്നത് പോലെ ഈ ശരീരത്തിനകത്ത് ചേർന്നിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് അതാണ് ഞാനെന്ന് ബോധിച്ച് ആ ഭാവനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നതാണ് ഞാനിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന രഹസ്യം. ആ ഭാവം സദാ നിലനിർത്തുക. ആ ഭാവം നിലനിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊള്ളൂ. കർമ്മങ്ങളിൽ നിന്നൊന്നും ഒഴിയാനൊക്കില്ല. അതൊക്കെ പ്രാരബ്ധാനുസാരം എന്തെല്ലാം നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഈ അറിവ് നേടി ആരാണോ നിരന്തര വിചാരത്തിലൂടെ അതിനെ ഉറപ്പിക്കുന്നതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. എന്താ പൂർണ്ണബോധം? ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. നിരന്തര വിചാരത്തിലൂടെ അതങ്ങ് ഈട്ടിത്തടി നിരന്തരമായിട്ട് അതിൻ്റെ കാതലിന് കറുപ്പ് നിറം വർദ്ധിക്കുന്നത് പോലെ നാം ഉൾക്കൊണ്ട ആ അറിവ് നമ്മിൽ ജ്വലിച്ചു 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 നിൽക്കണം. പ്രാരബ്ധം തീരുന്നതുവരെ എത്രമാത്രം ജ്വലിപ്പിക്കാനൊക്കുമോ അത്രമാത്രം ജ്വലിപ്പിച്ചു നിർത്തുക. പ്രാരബ്ധ അനുസാരം ഈ ശരീരം അടർന്നു വീഴുമ്പോൾ നിങ്ങൾ ആ വസ്തുവുമായിട്ട് യോജിച്ചിരിക്കും. ദറ്റ് ഈസ് യോഗ. അത് മരണമില്ലാത്ത വസ്തുവാണ്. ഏത്? തന്നിലെ താൻ. തന്നിലെ താൻ മരണമില്ലാത്ത അമരവസ്തു. അതാണ് അമരത്വം, അതാണ് മോക്ഷം. ആർക്കുമാകാം. വേണ്ടത് ഈ അറിവ് മാത്രമാണ്. അത് നമ്മുടെ കർമ്മങ്ങളിലൂടെയൊക്കെയാണ്. വേറൊരു ചെറിയ ഉദാഹരണങ്ങൾ കൂടെ പറയാം. വില്യം മെക്കിൻലി 1897 അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അമേരിക്കൻ പ്രസിഡൻറ്റ്. 1901 വരെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെല്ലാം ഉണ്ടാക്കി ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന് ആ ആൾ വേണോ ഈ ആൾ വേണോ എന്നൊരു ചാഞ്ചാട്ടം ഉണ്ടായി. ഒരു സ്ഥാനത്ത് അയാളെ നിയമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ദിവസം തെരുവിൽ കൂടി ഒരു കാറിൽ സഞ്ചരിക്കേണ്ടി വരുന്നു, ഒരു ബസ്സിൽ ട്രാമിൽ സഞ്ചരിക്കേണ്ടി വരുന്ന അവസരത്തിൽ ആ വണ്ടി നിറയെ ആളുകളായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടി. അദ്ദേഹം ആ സീറ്റിലിരുന്നു. അപ്പോൾ അദ്ദേഹം കയറിയപ്പോൾ തന്നെ ആ മന്ത്രിസ്ഥാനത്തേക്ക് ഇദ്ദേഹം പരിഗണിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ വണ്ടിയുടെ മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം കണ്ടു. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരലക്കുകാരി ഒരു വലിയ പാത്രത്തിൽ നിറയെ തുണികളും നനച്ച് അതിനകത്തിട്ട് വണ്ടിക്കകത്ത് കയറി. ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്നു കൊണ്ട് ഇനി ഞാൻ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരുമോ എന്ന ഭാവത്തിൽ ഒരു പത്രം എടുത്ത് തൻ്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ വായിക്കാനായിട്ട് പത്രം നിവർത്തി നോക്കിക്കൊണ്ടിരുന്നു. ഇത് ആ പ്രസിഡൻ്റ് ശ്രദ്ധിച്ചു. അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് ആ സ്ത്രീയെ തൻ്റെ സീറ്റിൽ തന്നെ പിടിച്ചിരുത്തി, അലക്കുകാരിയെ. ആ സമയത്തും ആ ചെറുപ്പക്കാരൻ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പ്രസിഡൻ്റ് ആഗ്രഹിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ അപ്പോഴും പേപ്പർ കൊണ്ട് മുഖം മറച്ച് ഈ സ്ത്രീയെ കാണാതിരിക്കുന്നു. ഈ സ്ത്രീയെ നോക്കിയാൽ തനിക്ക് എഴുന്നേറ്റ് ആ സീറ്റ് മാറിക്കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചിന്ത. അതാണ് ദുഷ്ചിന്ത, ദുഷ്കർമ്മം. ആ ചിന്ത പോലും, ആ ഭാവം പോലും. അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ആ ആളിനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറി. നോക്കൂ,
ആ കർമ്മത്തിൻ്റെ ഫലം, കർമ്മമൊന്നും ചെയ്തിട്ടില്ല, ആ ഭാവം പോലും ഒരു മന്ത്രിസ്ഥാനത്തെ ഇല്ലാതാക്കി കളഞ്ഞു. അതുപോലെ നമ്മുടെ ഭാവം എപ്പോഴും ശുദ്ധമായിരിക്കണം, എപ്പോഴും ശ്രദ്ധയോടുകൂടിയതായിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാവമോ നോട്ടമോ ഒന്നും നമ്മിൽ നിന്നുണ്ടാകരുത്. ഉണ്ടായാൽ അതെല്ലാം നമ്മെ ബാധിക്കുന്നതാണ്. എല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അറിവെന്ന് പറയുന്നത് ദിവ്യമായ അറിവാണ്. മോക്ഷം അത് കരതലാമലകം പോലെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ഇരിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അതിനെ ഫലപ്രദമാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. എങ്ങനെയാ തീരുമാനമെടുക്കേണ്ടത്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്നുറച്ച തീരുമാനമെടുക്കണം. യെസ്, ഐ എം ദാറ്റ്. നിസർഗദത്ത് മഹാരാജ് താഴെ ഇരിക്കുന്ന സായിബാബയുടെ ഇപ്പുറത്തിരിക്കുന്ന നിസർഗദത്ത് മഹാരാജിൻ്റെ പുസ്തകം ഐ എം ദാറ്റ്, ഐ എം ദാറ്റ്. ഞാൻ അതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ കുട്ടപ്പനല്ല ഞാൻ, ഈ ഗോപാലകൃഷ്ണനല്ല ഞാൻ, ഈ വസുമതി അല്ല ഞാൻ. നാമരൂപരഹിതമായിട്ട് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. മഹോപനിഷത്തിലെ ഒരു മന്ത്രം, സാമവേദത്തിലുള്ളത്, മഹോപനിഷത്തിലെ ഒരു മന്ത്രം പറയാം. നാഹം ച അന്യദസ്തീഹ, ഞാൻ മറ്റൊന്നുമല്ല. നാഹം ച അന്യദസ്തീഹ ബ്രഹ്മൈവാസ്തി നിരന്തരം. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ഏതാ ബ്രഹ്മം? തന്നിലെത്താൻ, ആ ഈശ്വര ചൈതന്യം, അത് തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം മായോപഹിത ചൈതന്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈശ്വരത്വം. അവിദ്യോപഹിത ചൈതന്യമാകുമ്പോൾ ജീവാത്മാവ്. എല്ലാം നിങ്ങളിലുള്ളതാണ്. അപ്പോൾ തിരിച്ചറിവിലൂടെ ഇവിടെ പറയുന്നത് എന്താ? നാഹം ച അന്യദസ്തീഹ, ഞാൻ മറ്റൊന്നുമല്ല. ബ്രഹ്മൈവാസ്മി നിരന്തരം, ഞാൻ ആ ബ്രഹ്മം തന്നെയാകുന്നു. നാമരൂപരഹിതമായ, അവിദ്യാരഹിതമായ, മായാരഹിതമായ ആ ബ്രഹ്മം തന്നെയാകുന്നു. ന ചാഹം അന്യദസ്തീഹ ബ്രഹ്മൈവാസ്മി നിരന്തരം ഇദ്ധം അസതോർ മധ്യാത് യപശ്യതി സപശ്യതി. ഇങ്ങനെ നല്ലതിൻ്റെയും ചീത്തയുടെയും ഇടയ്ക്ക്, നല്ലതും ചീത്തയുമൊക്കെ ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മം. അതിനെ ആരാണോ സദാ കാണുന്നത്? എവിടെ? തന്നിൽ. തന്നിൽ മാത്രം കണ്ടാൽ പോരാ, തന്നിലുള്ള അത് തന്നെയാണ് അവനിൽ കൂടിയും അവളിൽ കൂടിയും പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും ക്രിസ്ത്യാനിയിൽ കൂടിയും മുസൽമാനിൽ കൂടിയും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ ഈശ്വര ചൈതന്യം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതിന് ആരാണോ തന്നിൽ കാണാതെ കാണുന്നത്, യഃ പശ്യതി സ പശ്യതി. അങ്ങനെ കാണുന്നവനാണ് കാണേണ്ടതിനെ കാണുന്നത്. ആ കാണൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് സാമവേദത്തിലുള്ളതാണ്, മഹോപനിഷത്തിലുള്ളതാണ്. നാഹം ച അന്യദസ്തീഹ ബ്രഹ്മൈവാസ്മി നിരന്തരം ഇദ്ധം സദസതോർ മധ്യാത് യപശ്യതി സപശ്യതി. അധ്യാത്മോപനിഷത്തിലെ ഒരു മന്ത്രം കൂടെ പറയാം. സ്വാത്മന്യാരോപിത വസ്തു നിരസത
സ്വാത്മന്യാരോപിത വസ്തു നിരസത, തന്നിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള വസ്തുവിനെയെല്ലാം, തന്നിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്താണ്? ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, ഇല്ലേ? ഞാൻ സുന്ദരനാണ്, വലിയവനാണ്, തടിയനാണ്, സുന്ദരനാണ്, ഈ തരത്തിലുള്ള ആരോപിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെയെല്ലാം ആരാണോ ഒഴിവാക്കി, സ്വാത്മന്യാരോപിത വസ്തു നിരസത സ്വയമേവ പരബ്രഹ്മ പരിപൂർണം അദ്വയം അക്രിയ, അതിനെയെല്ലാം ഒഴിവാക്കി ആരാണോ തന്നിൽ ഉള്ളതായിട്ടുള്ള ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന ഭാവത്തിൽ ഈ ശരീരത്തിൽ ആരാണോ സദാ രമിക്കുന്നത്, അവൻ സദാശിവനായിരിക്കും. സദാശിവം മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപമാണ് നിങ്ങൾ ഓരോരുത്തരും. അദ്വൈതാനുഭൂതിയിൽ തന്നെ യോഗവാസിഷ്ഠത്തിലെ ഒരു മന്ത്രം പറയാം. മിഥ്യാഭ്രമോദ്ഭൂതം ശരീരം പരമാപദാം. ഈ ശരീരം, നിങ്ങളുടെ ഈ ശരീരം, മിഥ്യാഭ്രമോദ്ഭൂതം ശരീരം പദമാപദാം. സർവ ആപത്തുകൾക്കും ആധാരമായിരിക്കുന്നത് ഈ ശരീരഭാവം തന്നെയാണ്, ശരീരബോധം തന്നെയാണ്. ആത്മഭാവനയാ ന ഇദം യ പശ്യതി സപശ്യതി. ആത്മഭാവനയ, ഈ ശരീരമല്ല ഞാൻ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരിയാണ് എന്ന അറിവിലേക്ക് ഉണർന്ന് ഈ ശരീരബോധത്തെ വിട്ടിട്ട് ആ അശരീരിയെ, ശരീരമില്ലാത്ത ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി ഏതൊരാളാണോ സദാ ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ തന്നെ ദർശിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ആത്മഭാവനയാ ന ഇതം, ഇതല്ല ഞാൻ. ആത്മഭാവനയ, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ താൻ, എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, യപശ്യതി സപശ്യതി. അങ്ങനെ ആരാണോ അതിനെ തന്നിൽ കാണുന്നത്, അവനാണ് കാണേണ്ടതിനെ കാണുന്നത്. ആ കാണൽ ആരിലാണോ സ്ഥിരപ്പെടുന്നത്, അതാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയാൽ മോക്ഷം കിട്ടുകയില്ല. കാശി പോയാൽ മോക്ഷം കിട്ടുകയില്ല, കൈലാസത്തിൽ പോയാൽ മോക്ഷം കിട്ടുകയില്ല. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കടന്നു നോക്കിയാലൊന്നും മോക്ഷം കിട്ടുകയില്ല. മോക്ഷം എവിടുന്നാണ് കിട്ടേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരത്വത്തെക്കുറിച്ച് ബോധവാനായി ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിലും സർവ്വശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവാന്തര്യാമിയാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധം സദാ നിലനിർത്തുന്നതിന് വേണ്ടി സോഹം സോഹം സോഹം, അല്ലെങ്കിൽ ശിവോഹം 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 എന്ന മന്ത്രം സദാ ഉരുവിടുക. എന്തിനാ മന്ത്രം ഉരുവിടുന്നത്? മന്ത്രം ഇല്ലാതെ സാധ്യമാവില്ലേ? തീർച്ചയായിട്ടും സാധ്യമാകും. മന്ത്രം വേണമെന്നില്ല. ഈ കേൾക്കുന്ന കാര്യത്തിൽ ആർക്ക് തൻ്റെ ശ്രദ്ധയെ ഉറച്ചു നിർത്താൻ സാധിക്കുമോ അവന് മന്ത്രം വേണ്ട. ആ ഭാവം നിരന്തരമായിട്ട് തന്നിൽ സ്ഥിരപ്പെടുത്തി നിർത്താൻ സാധിക്കാത്തവർക്ക് ആ മന്ത്രം ചൊല്ലുമ്പോൾ ഈ ഭാവം, ഈ ഓർമ്മ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കും. ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോൾ ആ ശിവം, തന്നിലെ മംഗളസ്വരൂപം, തന്നിലെ താൻ, അതിനെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കും. എപ്പോഴും ആ ഓർമ്മയിൽ നിങ്ങൾ ഉണർവോടുകൂടി ഇരിക്കണം. അതാണ് മിഥ്യാഭ്രമോദ്ഭൂതം ശരീരം പദമാപദാം. ഈ ശരീരമാണ് എന്നുള്ള ഞാൻ എന്നുള്ള ഭ്രമമാണ് സർവ ആപത്തുകൾക്കും കാരണം. ഈ ശരീരമല്ല ഞാൻ,
ഈ ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അവൻ ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തിന് അർഹനായിത്തീരും. നിരന്തര വിചാരത്തിലൂടെ ആരാണോ തന്നിൽ ബലപ്പെടുത്തുന്നത് അവന് മാത്രം. ചുമ്മാ അഭ്യാസം കാണിക്കുന്നവർക്കൊന്നും കിട്ടില്ല. അതിന് കാഷായമൊന്നും വേണ്ട, സന്യാസിയാകണ്ട. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊരാളിനും ഈ അറിവിലേക്ക് ഉണർന്ന് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ബലപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ മോക്ഷം ഉറപ്പ്, യാതൊരു സംശയവുമില്ല. പ്രബോധോപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം കൂടെ പറയാം. ഘടാവഭാസകോ ഭാനൂർ ഘടനാശേ നശ്യതി, ദേഹാവഭാസക സാക്ഷി ദേഹനാശേ നശ്യതി. കുടത്തിനകത്ത് അല്ലെങ്കിൽ കലത്തിനകത്ത് ജലത്തിൽ പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, കുടമുടഞ്ഞാൽ വെള്ളവും പോയി, കുടത്തിനകത്തുണ്ടായിരുന്ന ആ പ്രതിബിംബിത ചന്ദ്രനും പോയി. അതുകൊണ്ട് ചന്ദ്രന് നാശമുണ്ടാകുന്നില്ല. കുടത്തിനകത്ത് ജലമാകുന്ന ഉപാധിയിൽ പ്രതിബിംബിച്ചിരുന്ന ആ ചന്ദ്രൻ കുടത്തിൻ്റെ നാശം കൊണ്ട് ഇല്ലാതായാലും യഥാർത്ഥ ചന്ദ്രന് ഏതുപോലെയാണോ നാശമുണ്ടാകാതിരിക്കുന്നത്, അതുപോലെ ദേഹാവഭാസക സാക്ഷി, ദേഹത്തിൽ അവഭാസിച്ചു കൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ആ ഈശ്വര ചൈതന്യം ദേഹനാശേ, ദേഹം നശിക്കുന്നത് കൊണ്ട് നശിക്കുകയില്ല. ദേഹനാശേ നശ്യതി. പിന്നെന്ത് ചെയ്യും? പുനർജനിക്കും. പുനർജനിക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതാണ് എന്ന് ബോധിച്ച് ശരീരമാകുന്നു ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് ആരാണോ തന്നെ മാറ്റി ആ ആത്മചൈതന്യമാകുന്നു തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആത്മഭാവനയാ, ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ ബലപ്പെടുത്തുന്നത്, ഉറപ്പിക്കുന്നത്, മരിക്കുന്ന സമയത്തും ആ ഭാവം ആരിലാണോ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്, തുടർന്ന് നിലനിൽക്കുന്നത്, അവർക്ക് പുനർജന്മമില്ല. ദാറ്റ് ഈസ് മോക്ഷം. എവിടുന്ന് മോക്ഷം കിട്ടും? ഇവിടുന്ന് കിട്ടും. കിട്ടി. ഇപ്പോൾ അതെവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ, കരതലാമലകം പോലെ. അതിനെ പ്രകാശിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. കർമ്മമൊന്നും ആവശ്യമില്ല, ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. ഒന്നിൽ നിന്നും ഒഴിയണ്ട. ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, കുടുംബം കളയണ്ട. ബി വിത്ത് എവ്രിതിങ്. എല്ലാമായിട്ടും നിലനിന്നുകൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി ഞാൻ അതാണ് എന്ന് നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലപ്പെടുക, അതിൽ സ്ഥിതി നേടുക. ആ സ്ഥിതിയാണ് മോക്ഷം. അത് നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ